കഴിഞ്ഞ ദിവസമാണ് നിതിൻ രാജ് എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട വിദ്യാർത്ഥി. ആ വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്ത വാർത്തയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാനൊരു വീഡിയോ ചെയ്തത്. വാടകയ്ക്ക് താമസിക്കുന്ന ഒരു പാവപ്പെട്ട കൂലിപ്പണിക്കാരനായ ഒരു പിതാവിൻ്റെയും നിത്യജോലി ചെയ്ത് ജീവിക്കുന്ന ഒരു പാവപ്പെട്ട അമ്മയുടെയും ഏക ആശ്രയമാണ് കോളേജിലെ അധ്യാപകർ എന്ന് വിളിക്കപ്പെടുന്ന ആ ചെന്നായ്ക്കൽ, മതവെറി പൂണ്ട, ജാതിവെറി പൂണ്ട ആ ചെന്നായ്ക്കൽ കാരണം ആത്മഹത്യ ചെയ്തത്. ആ ചെന്നായ്ക്കൽ ഇല്ലാതാക്കിയത് ആ കുടുംബത്തിൻ്റെ സ്വപ്നങ്ങളെയാണ്, പ്രതീക്ഷകളെയാണ്. ഒരു ഡോക്ടറാകണമെന്ന് ആഗ്രഹിച്ച ആ ചെറുപ്പക്കാരൻ്റെ പ്രതീക്ഷകളെയും സ്വപ്നങ്ങളെയും എല്ലാം ആ നരാധമന്മാർ ഇല്ലാതാക്കി. നോക്കി, ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആദ്യം പത്രവാർത്താ മാധ്യമങ്ങളിലും സമൂഹ മാധ്യമങ്ങളിലും ആദ്യം പുറത്തു വന്നത് രണ്ടുപേരുടെ ചിത്രങ്ങളായിരുന്നു. എന്നാൽ ഇതിൽ റാം എന്ന് പറയുന്ന അധ്യാപകനുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രീതിയിലുള്ള ഗുരുതരമായ ആരോപണങ്ങളാണ് അവിടുത്തെ വിദ്യാർത്ഥികൾ ഇപ്പോൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത്. ആ വിദ്യാർത്ഥികൾ പറയുന്ന ഓരോ കാര്യങ്ങൾ കേട്ടുകഴിഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ ഇങ്ങനെ അമ്പരന്ന് പോകും. ഇവനൊക്കെ എങ്ങനെ അധ്യാപകനായി മാറിയെന്ന് നമ്മളെല്ലാവരും ചിന്തിച്ചു പോകും. ഇത്രയും കാലം ഇവനാണോ ഈ കുട്ടികളെല്ലാം പഠിപ്പിച്ചത് എന്ന് നമ്മളെല്ലാവരും അത്ഭുതത്തോടു കൂടി നോക്കിക്കാണും. അത്രത്തോളം മനസ്സിൽ ജാതിവെറി പൂണ്ട, മതവെറി പൂണ്ട ഒരു ചെന്നായാണ് ഈ വിദ്യാർത്ഥികളെ പഠിപ്പിച്ചത് എന്നുള്ളതാണ്. നോക്കി, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു വിദ്യാർത്ഥി പറഞ്ഞു വയ്ക്കുന്ന ഒരു കാര്യമുണ്ട്. ഞാനിതിന് മുമ്പ് ഒരുത്തനെ കൊല ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ഭാഗമായി ഞാൻ സസ്പെൻഷനിലായിരുന്നു എന്നൊക്കെ പറഞ്ഞു വയ്ക്കുന്ന ഗുരുതരമായ ചില ആരോപണങ്ങളാണ്. ഇവൻ്റെ ഭൂതകാല ചരിത്രമൊക്കെ പോലീസൊക്കെ വളരെയധികം കൃത്യമായി അന്വേഷിക്കേണ്ടതുണ്ട്. കാരണം ഏതെങ്കിലും തരത്തിൽ ആരെങ്കിലുമൊക്കെ ഇത്തരത്തിൽ മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സത്യാവസ്ഥയൊക്കെ പുറത്തു വരേണ്ടതുണ്ട്. ആദ്യം ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിദ്യാർത്ഥികളൊന്നും അധികം പരാതികളുമായി മുന്നോട്ട് വന്നിരുന്നില്ല. കാരണം അവരെ സംബന്ധിച്ച് അവരുടെ ഭാവിയെ ഇല്ലാതാകുമെന്നുള്ള ഭയം ഉള്ളതുകൊണ്ടാകാം അവർ അധികം പരാതിയുമായി മുന്നോട്ട് വന്നില്ല. എന്നാൽ ഈ ഒരു വാർത്ത കേരളത്തിലെ പത്രവാർത്താ മാധ്യമങ്ങൾ വലിയ രീതിയിലൊക്കെ ഏറ്റെടുത്തതോടുകൂടി ഒരുപാട് വിദ്യാർത്ഥികൾ പരാതിയുമായി രംഗത്ത് വരുന്നുണ്ട്. അതിലേറ്റവും കൂടുതലും പരാതികൾ ഈ റാം എന്ന് പറയപ്പെടുന്ന അധ്യാപകൻ്റെ വേഷമണിഞ്ഞ ആ ചെന്നായ്ക്കെതിരെയാണ്. ആ വിദ്യാർത്ഥികളുടെ ആ ഒരു പരാതി പറയുന്നതിന് മുമ്പായി ഞാൻ വളരെയധികം ഗൗരവമായിട്ടുള്ള മറ്റൊരു പരാതി കൂടി പറഞ്ഞു വയ്ക്കാം. നിതിൻ്റെ സഹോദരിയാണ് പത്രവാർത്താ മാധ്യമങ്ങൾക്ക് മുമ്പിൽ ഈ ഒരു സംഭവം പറഞ്ഞു വച്ചത്. അതായത് നോമ്പ് പിടിക്കുന്ന കുട്ടികളോട് നോമ്പ് മുറിക്കാൻ വേണ്ടി ഇവൻ ആവശ്യപ്പെടുമായിരുന്നു എന്നുള്ള പരാതിയാണ്. നീയൊക്കെ എന്തിനാണ് നോമ്പ് പിടിക്കുന്നത് എന്ന് നോമ്പ് പിടിച്ചിരിക്കുന്ന മുസ്ലിം വിദ്യാർത്ഥികളോട് ഈ റാം എന്ന് പറയപ്പെടുന്ന ഈ ചെന്നായ പറയുമായിരുന്നു എന്നാണ് ആ സഹോദരി പറഞ്ഞു വെക്കുന്നത്. എന്തായാലും അവരുടെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം. റാം എന്ന് പറയുന്നത് ഒരു ഗുണ്ടയാണ്, അയാൾ ഗുണ്ടയാണ്. ഇത് അത് നിതിൻ തുടക്കത്തിലേ പറഞ്ഞൊരു കാര്യമാണ്. റാം എന്ന് പറയുന്ന ഒരു വ്യക്തി ഗുണ്ടയാണ്. ഈ നോമ്പ് പിടിച്ചുകൊണ്ടിരിക്കണ പിള്ളേരെടുത്ത് തന്നെ പറയ, വെള്ളം കുടിയടാ, എന്തിനു നീ നോമ്പ് പിടിക്കണത്? മതത്തിന്റെ പേര്, അതായത് ഈ പട്ടികജാതി ആണെങ്കിലും പട്ടികവർഗമാണെങ്കിലും മുസ്ലിം ആണെങ്കിലും ഹിന്ദു അങ്ങനെയല്ല. അയാൾ എല്ലാവരെയും നല്ല രീതി, അതായത് എല്ലാവരെയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും ഈ കറുപ്പിനെ അധിക്ഷേപിച്ചാണ് അയാൾ കൂടുതലും കളിയാക്കുന്നത്. പിന്നെ ഈ മുസ്ലിം കുട്ടികളുടെ അടുത്ത് അയാൾക്ക് ഭയങ്കര വിരോധമുള്ളതായിട്ട് ഞാൻ അറിഞ്ഞായിരുന്നു. നോമ്പ് പിടിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് വെള്ളം കൊടുക്കുക, ഇതാണ് ഇയാളുടെ മെയിൻ ഹോബി. നോമ്പ് പിടിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് വെള്ളം കൊടുക്കണം, നോമ്പ് പിടിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളെ മറ്റുള്ള കുട്ടികളെ കൊണ്ട് അടിപ്പിക്കുക. അത് കവാലത്തിലൊക്കെ അടിച്ച് ചിലപ്പോൾ എന്തേലും ആ കുട്ടിക്ക് എന്തേലും പറ്റിപ്പോയാലോ, ചെറുതായിട്ട് എന്തിനാണ് അടിക്കണത്, വലുതായിട്ട് തന്നെ നീ കൊടുക്ക്. കടൽ എത്രത്തോളം വലിയ ഗുരുതരമായ ആരോപണങ്ങളാണ് ഈ സഹോദരി പറഞ്ഞു വെക്കുന്നത്. മുസ്ലിം വിദ്യാർത്ഥികളോട് ഈ റാം എന്ന് പറയുന്നവന് വല്ലാത്തൊരു ദേഷ്യമുണ്ട് എന്നവർ പറഞ്ഞു വെക്കുന്നുണ്ട്. മാത്രമല്ല, നോമ്പ് പിടിക്കുന്ന ആ വിദ്യാർത്ഥികളോട് പറയുകയാണ്, നീയൊക്കെ എന്തിനാണ് നോമ്പ് പിടിക്കുന്നത്? നോമ്പ് പിടിക്കുന്ന വിദ്യാർത്ഥികളെ കൊണ്ട് മനഃപൂർവ്വം നിർബന്ധിച്ച് വെള്ളം കുടിപ്പിച്ച് നോമ്പ് തുറപ്പിക്കാൻ പറയുക, എന്നിട്ട് അത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ മറ്റുള്ള വിദ്യാർത്ഥികളെ കൊണ്ട് കവിളിൽ അടിപ്പിക്കുക എന്നിങ്ങനെയുള്ള ഗുരുതരമായ ആരോപണങ്ങൾ. നോക്കിയതോടൊപ്പം അവിടെ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിനിയുടെ, അതായത് നിതിൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ്റെ കൂടെ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിനിയുടെ ഒരു കുറച്ച് കാര്യം കൂടി നമുക്കൊന്ന് കേൾക്കാം. പഠിപ്പിക്കത്തൊന്നുമില്ല, മതപരമായ കാര്യങ്ങളും ബോഡി ഷേമിങ്ങും മാത്രം. 1 മണിക്കൂർ ക്ലാസ് എങ്കിൽ 55 മിനിറ്റും അത് മാത്രമേ പറയത്തുള്ളൂ. 5 മിനിറ്റ് മാത്രം ക്ലാസ് എടുത്തിട്ട് പോയി ഒന്നും പഠിപ്പിക്കാറില്ല. അങ്ങനെ പിറ്റേ ദിവസം വരുമ്പോൾ ടെക്സ്റ്റ് വായിച്ചാൽ ചോദിക്കും, പഠിപ്പിച്ചാലേ ടെക്സ്റ്റ് വായിക്കാൻ പറ്റത്തുള്ളൂ. 1 മണിക്കൂറിൽ 55 മിനിറ്റും മതപരമായ കാര്യങ്ങളും ബോഡി ഷേമിങ് മാത്രമാണ് പറയുന്നത്. ബാക്കി വരുന്ന 5 മിനിറ്റ് മാത്രമേ പഠിപ്പിക്കാറുള്ളൂ. നോക്കൂ, മതപരമായ കാര്യങ്ങളാണ് പഠിപ്പിക്കാൻ വരുന്നത് എങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സ്ഥാപനങ്ങൾ മറ്റുമൊക്കെയുണ്ട്. നിനക്ക് അവിടെ പോയി പഠിപ്പിക്കാം. ഒരു ഡെൻ്റൽ കോളേജിൽ ഒരു ഡോക്ടറായി മാറണമെന്ന് ആഗ്രഹിച്ചു വരുന്ന വിദ്യാർത്ഥികളോട് നീ എന്തിനാണ് മതപരമായ കാര്യങ്ങൾ പഠിപ്പിക്കുന്നത്? അതുമാത്രമല്ല, നിരന്തരമായ ബോഡി ഷേമിംഗ് നടത്താറുണ്ട്. ഒരുപാട് വിദ്യാർത്ഥിനികൾ, നമ്മൾ വിശ്വസിക്കാൻ പോലും സാധിക്കാത്ത രീതിയിലുള്ള ബോഡി ഷേമിംഗ് ഈ നരാധമൻ നടത്തി എന്നുള്ളതാണ് ഓരോ വിദ്യാർത്ഥികളും പറഞ്ഞു വെക്കുന്നത്. ഒരു വിദ്യാർത്ഥി പറയുന്നുണ്ട്, എൻ്റെ ക്ലാസ്സിലെ
ഒരു പെൺകുട്ടിയെ ബ്ലാക്ക് കൗ എന്നൊക്കെ വിളിക്കാറുണ്ട് എന്നുള്ള പരാതി പറഞ്ഞു വെക്കുന്നുണ്ട്. അതോടൊപ്പം ക്ലാസ്സിൽ വെച്ച് ചെരുപ്പൂരി അടിക്കാൻ വേണ്ടി നിർബന്ധിച്ചു എന്നുള്ള പരാതി പറയുന്നുണ്ട്. അതോടൊപ്പം കാണാൻ ഗോത്രവർഗ്ഗക്കാരനെ പോലെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ചെരുപ്പ് വെച്ച് തല്ലിക്കാൻ ശ്രമിച്ചു എന്നുള്ള പരാതി പറയുന്നുണ്ട്. നിന്നെ കാണാൻ ആദിവാസി ചെക്കനെ പോലെ ഉണ്ട് എന്ന് പറഞ്ഞ് കളിയാക്കിയ പരാതി പുറത്തു വരുന്നുണ്ട്. അതുപോലെ തന്നെ ബ്ലാക്ക് പിഗ് എന്നും വെളുത്തു കഴിഞ്ഞാൽ വൈറ്റ് കൊക്രോച്ച് എന്നൊക്കെ വിളിക്കാറുണ്ട്. മെലിഞ്ഞവനാണ് എന്നുണ്ടെങ്കിൽ അവനെ വിളിക്കുന്നത് ക്യാൻസർ പേഷ്യൻ്റ് എന്നും എൻഡോസൾഫാൻ എന്നൊക്കെയാണ്. നമുക്ക് ഞാൻ ആലോചിക്കുന്നത് ഇവൻ്റെ മനസ്സ് എത്രത്തോളം പൈശാചികമായ ഒന്നാണ് എന്നുള്ളതാണ്. ഇവൻ എങ്ങനെയാണ് ഇത്രയും കാലം ഈ വിദ്യാർത്ഥികളെ പഠിപ്പിച്ചു എന്നുള്ളത് എനിക്ക് ചിന്തിക്കാൻ പോലും സാധിക്കുന്നില്ല. ഇത്രയും വർഷക്കാലം ഇവൻ്റെ അടുത്ത് പഠിച്ചിരുന്ന വിദ്യാർത്ഥികൾ എത്രത്തോളം മാനസികവും ശാരീരികവുമായ പ്രയാസങ്ങളിലൂടെ പീഡനങ്ങളിലൂടെ കടന്നുപോയിട്ടുണ്ട് എന്നുള്ളത് നമ്മളെല്ലാവരും ചിന്തിക്കേണ്ട വിഷയമാണ്. നോക്കൂ, ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന ഈ സമയം വരെ ഇവനെ പോലീസ് പിടികൂടിയിട്ടില്ല. ഇവർ രണ്ടുപേരും ഒളിവിലാണ് എന്നൊക്കെ പറഞ്ഞു വെക്കുന്നുണ്ട്. നോക്കൂ, കോളേജിൽ പഠിക്കുന്ന, സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് ഇതുപോലെ അധ്യാപകരിൽ നിന്നും മറ്റുമൊക്കെ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള പ്രയാസങ്ങൾ, പീഡനങ്ങൾ നിങ്ങൾക്കുണ്ടാകുന്നുണ്ട് എങ്കിൽ നിങ്ങളൊന്നും നോക്കാതെ ശക്തമായി നിങ്ങൾ പ്രതികരിക്കുക. കാരണം നിങ്ങൾക്കൊരു യൂണിറ്റി ഉണ്ട്. വിദ്യാർത്ഥികളെന്ന് പറയുന്ന ആ വലിയ യൂണിറ്റി ഉണ്ട്, ഒരു ശക്തിയുണ്ട്. അതുപയോഗിച്ച് നിങ്ങൾ ശക്തമായി പ്രതികരിക്കാൻ ശ്രമിക്കുക. ഇതുപോലെയുള്ളവന്മാരുടെ യഥാർത്ഥ തനിനിറം നിങ്ങൾ പുറത്തു കൊണ്ടുവരുവാൻ ശ്രമിക്കുക. ഒരു അപകടമുണ്ടായതിനു ശേഷം, ഒരു ദുരന്തമുണ്ടായതിനു ശേഷം നമ്മൾ അതിനെക്കുറിച്ച് പരാതി പറഞ്ഞിട്ടോ പരിതപിച്ചിട്ടോ സങ്കടപ്പെട്ടിട്ടോ യാതൊരുവിധ കാര്യവുമില്ല. നേരെ മറിച്ച് ആ ദുരന്തമുണ്ടാകാതിരിക്കുന്നതിന് മുമ്പേ തന്നെ അവന്മാരെ മുളയിലെ നമ്മളെല്ലാവരും നുള്ളിക്കളയേണ്ടതുണ്ട്. അതോടൊപ്പം സോഷ്യൽ മീഡിയ, ഇന്നത്തെ കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയയ്ക്കുള്ള പവർ എന്ന് പറയുന്നത് അത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നിങ്ങൾക്ക് ഏതെങ്കിലും വിധത്തിലുള്ള പീഡനങ്ങളും പ്രയാസങ്ങളും ഇത്തരത്തിൽ മതവെറി പൂണ്ട, ജാതിവെറി പൂണ്ട ഇത്തരം ചെന്നായ്ക്കളായ ഇത്തരം അധ്യാപകരിൽ നിന്നും നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടാകുന്നുണ്ട് എങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെ നിങ്ങളെല്ലാവരും ശക്തമായി പ്രതികരിക്കാൻ ശ്രമിക്കുക. അതിലൂടെ വലിയ രീതിയിലുള്ള അറ്റൻഷൻ ആ സംഭവങ്ങൾക്ക് കിട്ടാൻ കാരണമായി മാറും. നോക്കൂ, നിതിൻ രാജ് എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരന് നീതി കിട്ടേണ്ടതുണ്ട്. ആ ചെറുപ്പക്കാരനെ കുറിച്ച് ഓർത്ത് സങ്കടപ്പെട്ട് നെഞ്ചുപൊട്ടി കരയുന്ന ആ മാതാപിതാക്കൾക്കും അതോടൊപ്പം ആ സഹോദരിക്കും നീതി കിട്ടേണ്ടതുണ്ട്. ഇനിയൊരു നിതിൻ രാജും ഇത്തരത്തിൽ ജാതിയുടെ പേരിൽ, നിറത്തിൻ്റെ പേരിൽ, കളിയാക്കിയതിനും പരിഹസിച്ചതിൻ്റെ പേരിൽ ഒരിക്കലും ആത്മഹത്യ ചെയ്യപ്പെടാൻ പാടില്ല. ഇതോടൊപ്പം ഒരു കാര്യം കൂടി പറഞ്ഞു വെച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. നിതിൻ രാജ് എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരൻ മരണപ്പെട്ടിട്ട് ഏതാനും 2-3 ദിവസങ്ങളാകുന്നു. നിങ്ങൾക്കറിയാം, കേരളത്തിൽ ഹൈന്ദവരുടെ അവകാശത്തിന് വേണ്ടി പോരാടുന്ന, ഹൈന്ദവരുടെ സംരക്ഷകരാണെന്ന് അവകാശപ്പെടുന്ന ഒരുപാട് സംഘടനകൾ നമ്മുടെ കേരളത്തിലുണ്ട്. വാ തുറന്നു കഴിഞ്ഞാൽ വർഗീയത മാത്രം പറയുന്ന ശശികലയുടെ ഹിന്ദു ഐക്യവേദി, അങ്ങനെ ഒരുപാടെണ്ണം. പക്ഷേ ഏതെങ്കിലും ഒരു സംഘടന, ആരെങ്കിലും ഈ ചെറുപ്പക്കാരന് നീതിക്ക് വേണ്ടി, ഈ ചെറുപ്പക്കാരനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഈ പ്രതിഷേധത്തിൻ്റെ ഭാഗമായി പങ്കെടുത്ത ഏതെങ്കിലും ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ? കാണാൻ വഴിയില്ല. കാരണം അതിനുള്ള സമയം അവർക്കില്ല എന്നുള്ളതാണ്. അവരെ സംബന്ധിച്ച് ഇവിടെ ഹിന്ദുവിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ഇവിടെ വർഗീയതയും വിദ്വേഷവും ഒക്കെ സമൂഹ മാധ്യമങ്ങളിലൂടെ ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കണം. ഞങ്ങൾ ഹിന്ദുവിൻ്റെ സംരക്ഷകരാണ്, ഞങ്ങൾ ഹിന്ദുവിന് വേണ്ടി സംസാരിക്കാൻ വന്നവരാണ് എന്നൊക്കെ പറയുന്നത് ഇത്തരത്തിൽ ഈ മതവർഗീയത പ്രചരിപ്പിക്കാനുള്ള ചില ടൂളുകൾ മാത്രമാണ്.